അസയുടെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതൊരു ചെറിയ സംഭവമാണെന്ന്. പക്ഷെ ചെറിയ സംഭവമല്ല. ഒരു മനുഷ്യനെ കൊല്ലാൻ തക്ക മീൻസ് അതിന് ശക്തിയുണ്ട്. മീൻസ് ഒരു മനുഷ്യനെ അത്ര ശത്രുത്വം ആക്കാനുള്ള ശക്തി അതിനുണ്ട്. അതിന് എന്താ പറയുന്നറിയോ? ദാവീദ് 10,000 കൊന്നു, ശൗൽ 1000 കൊന്നു അല്ലെ? ആ സമയം വരെ ദാവീദിന് പ്രശ്നം മീൻസ് ശൗലിന് ദാവീദിനോട് ഒരു കുഴപ്പമില്ലായിരുന്നു. ജനങ്ങള് ദാവീദിനെ എന്ന് പൊക്കാൻ തുടങ്ങിയോ അപ്പം തൊട്ട് തുടങ്ങിയതാ പ്രശ്നങ്ങള്. ഇപ്പം കുടുംബജീവിതത്തിലാണെങ്കിൽ തന്നെ ഭാര്യ ഭർത്താവ് ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോ നമ്മുടെ സഹോദരിയോ സഹോദരനെയോ ഭാര്യ പൊക്കിക്കഴിഞ്ഞാലും ഇപ്പൊ ഭാര്യ ഭർത്താവ് മീൻസ് വേറൊരാളെ പൊക്കിക്കഴിഞ്ഞാലും ഭർത്താവ് ഭാര്യനെ പൊക്കിക്കഴിഞ്ഞാലും അവരുടെ ഇടയിൽ മീൻസ് അതൊരു നല്ല രീതിയിൽ അവർക്കൊരു ഈഗോ ഉണ്ടാവും. ഒരു ഈഗോ അടിക്കും. ഇപ്പൊ കമ്പനിയിലാണെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ തന്നെ ആരെങ്കിലും ഒരാളെ പൊക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈഗോ അടിക്കും. സത്യം പറഞ്ഞാല് കുടുംബജീവിതത്തിൽ അതൊരു വലിയ പ്രശ്നമാണ്. അതായത് പ്രത്യേകിച്ച് ജോയിന്റ് ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ സഹോദരങ്ങള് അവരുടെ അമ്മയപ്പന്മാര് എല്ലാവരും കാണുമെന്ന് കണ്ടു. അപ്പോ എത്ര അമ്മായിമ്മമാർ എത്ര മക്കള് സ്വന്തം മോളെ പോലാണെന്ന് ഒരു ദിവസം ഒരു 10,000 പ്രാവശ്യം പറഞ്ഞാലും അവരുടെ മോൻ വന്നിട്ട് ഇപ്പം പറയുക എന്റെ ഭാര്യ വെക്കുന്ന കാര്യങ്ങൾ നല്ലതാണ്, അതാണ് ഇതാണെന്ന് നല്ല 2 വാക്കൊന്ന് പറഞ്ഞ് അപ്പൊ അവിടെ തുടങ്ങും പ്രശ്നം. പക്ഷെ ഇതാണ് ഈ അസൂയയുടെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് നമുക്ക് കുടുംബജീവിതങ്ങളിൽ ഇത് വളരെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. അതായത് ഒത്തിരി നമ്മൾ കുടുംബജീവിതത്തിൽ കോഷ്യസ് ആയിരിക്കണം. ഈ അസൂയ ഉണ്ടാവാൻ ചാൻസ് ഉള്ള മേഖലകള് കഴിവതും ബ്രേക്ക് ആക്കി വിടുക അല്ലെ? അത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുടുംബമാണ് നമ്മുടെ സന്തോഷം അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഭാര്യ ഭർത്താവ് ഒറ്റക്കുള്ള സമയത്ത് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ ഒരാൾ മറ്റൊരാളെ പൊക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസൂയയുടെ സ്വഭാവം അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ അതിനെ ജയിക്കാൻ ദൈവം നമുക്കൊരു കൃപ തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി അതിനെ ജയിക്കാൻ ഈയിടെയായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും തീരുമെന്നാണ് എന്റെ വിശ്വാസം അല്ലെ? ചേച്ചിക്ക് ഇതിനെ പറ്റി എന്തേലും പറയാൻ? അതിൽ വന്നു കഴിയുമ്പോൾ അതെ, പലതും നമ്മള് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ആ പ്രശ്നങ്ങളിൽ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം എന്താ പറയണ്ടേ ഒതിന്ന് ഒഴിഞ്ഞ് ആ ഒരു ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, വിഷയം അവിടെ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ ഒരു മീൻസ് നമ്മുടെ വീക്ക്നെസ് അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ പിന്നെന്താ പ്രലോഭിക്കാതിരിക്കുക.